കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വൈകിട്ട് 4:30 യോഗം ചേരുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരുന്നത്. പെഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ച നടക്കും. കൂടാതെ മൂന്നാം മോദി സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തും. സഹമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്കറിയാം, മിക്കപ്പോഴും പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മറ്റു മന്ത്രിമാരായിക്കോട്ടെ, ഇതൊക്കെ ചുക്കാൻ പിടിക്കുന്നവരായിക്കോട്ടെ, ചർച്ചകൾ പല തലത്തിൽ നടന്നിരുന്നു. പക്ഷേ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ അതൊരു പൂർണ്ണ വിലയിരുത്തലാകും. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് 4:30 കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം, അതായത് സഹമന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള സമ്പൂർണ്ണ യോഗം നടക്കും. പ്രത്യേകിച്ച് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ ആ സംഭവങ്ങൾക്ക് ശേഷം രാജ്യം ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതല്ലെങ്കിൽ പോലും സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയും ക്യാബിനറ്റ് യോഗം ചേരുന്നതാണ്. ക്യാബിനറ്റ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയും ചർച്ചകൾ നടത്തുകയും മന്ത്രിസഭയുടെ മുൻപോട്ട് പോക്ക്, രാജ്യത്ത് എടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇവയെല്ലാം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം എന്നുള്ളത് വളരെ ഇടവേളകൾക്ക് ശേഷം ചേരുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് മൂന്നാം മോദി സർക്കാരിന്റെ ഒരു വർഷം തികയുകയാണ്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറും പെഹൽഗാമും ഉൾപ്പെടെ രാജ്യം ഇത്തരത്തിലൊരു പ്രതിസന്ധിയെ വളരെ വിജയകരമായി നേരിട്ട് മുൻപോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടാകും. എന്തെല്ലാം തീരുമാനങ്ങൾ ആ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. പെഹൽഗാം ഭീകരാക്രമണത്തെ രാജ്യം എങ്ങനെ നേരിട്ടു, ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം വിജയകരമായിരുന്നു, രാജ്യത്തിന് ഭീകരവാദത്തിനെതിരെയുള്ള ഭാരതത്തിന്റെ സന്ധിയില്ലാത്ത പോരാട്ടം, നിലവിൽ വിവിധ ലോകരാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ള സർവകക്ഷി സംഘത്തിന്റെ പ്രവർത്തനം എത്രത്തോളം വിജയകരമായി തുടങ്ങിയിട്ടുള്ള വിശാലമായ ചർച്ച സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ നടക്കും. ഒപ്പം മൂന്നാം മോദി സർക്കാരിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ, ഒപ്പം മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം, മുൻപോട്ടുള്ള യാത്ര, ഇവ സംബന്ധിച്ചും സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ പ്രചാരണം, എത്രത്തോളം വികസന പദ്ധതികളിൽ കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്, ഏത് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്, പുതിയ ഏതെങ്കിലും പദ്ധതികളുടെ വിഭാവനം, ഇവ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും ഇന്ന് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. വൈകിട്ട് 4:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരുന്നത്. കേന്ദ്രമന്ത്രിമാർ, ക്യാബിനറ്റ് ചുമതലയുള്ള മന്ത്രിമാരുൾപ്പെടെ സഹമന്ത്രിമാരുൾപ്പെടെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം നടക്കുക. ശരി ജിഷ്ണു.